وآخر دعواهم الحمد لله رب العالمين. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മുടെ സംഗമത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ജുമുഅ രാവിലെ ഈ ഒരുമിച്ച് കൂടലിനെ ജാരിയായ ഇബാദത്തുകളോടൊപ്പം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ലോക വിജയത്തിനും അല്ലാഹു ഈ സംഗമത്തെ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. വിശിഷ്യായ ഈ സ്ഥാപനത്തിലെ ചാരിറ്റിയുടെ നിഷ്കളങ്കരായ മക്കൾക്ക് വേണ്ടി വിവിധ രൂപത്തിലെ സഹായങ്ങൾ നൽകിയവർ, സേവനങ്ങൾ ചെയ്തവർ, ദുആ വസിയ്യത്ത് ചെയ്തവരുടെ മുഴുവൻ ഹലാലായ മുറാദുകളെയും നാഥനായ റബ്ബ് പരിപൂർണമായിട്ട് സഫലമാക്കി കൊടുക്കട്ടെ. ഖൈറുകൾ അല്ലാഹു നടത്തി കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഖുറൈശ ബിബി കന്യാകുളങ്ങര പനയിൽ വീട് ഇവരുടെ ഭർത്താവ് അബൂബക്കർ സാഹിബ് മരണപ്പെട്ടിട്ട് 13ാമത്തെ ആണ്ടാണ്. റഹ്മാനായ റബ്ബ് പിതാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ കോലിയക്കുടെ ആഷിഖ് മുഹമ്മദ് എന്ന സഹോദരന്റെ അനിയൻ ആസിഫ് മുഹമ്മദിന് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിപൂർണമായി മാറി എത്രയും വേഗം വീട്ടിലേക്ക് റാഹത്തായി മടങ്ങാൻ ആ സഹോദരൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ കുടുംബത്തിന്റെ ആഗ്രഹത്തിനെയും പ്രതീക്ഷയും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ ആശങ്കകളും അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജാൻ ഖാന് ശരീര സുഖത്തിനും ജോലിയിലെ ബർക്കത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നിയത്തുകൾ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും റഹ്മാനായ റബ്ബ് മാറ്റി കൊടുക്കുമാറാകട്ടെ. കല്ലമ്പലം സുലൈമാൻ എന്ന സഹോദരന്റെ ശരീരത്തിൽ അല്ലാഹു സുഖം കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവിധ ഖൈറും നിഅമത്തും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. നിയത്ത് ചെയ്ത് ഏൽപ്പിച്ച എന്തെല്ലാം വിഷയങ്ങളുള്ളവർക്ക് അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. തറട്ടയിൽ ആയിഷ എന്ന സഹോദരിയുടെ മൂത്ത മകൾക്ക് പരീക്ഷ നന്നായി എഴുതാൻ കഴിയാനും നല്ലൊരു ജോലി ലഭിക്കാനും, രണ്ടാമത്തെ മകളുടെ ഭർത്താവിന് നല്ലൊരു ജോലി ശരിയാകുന്നതിനും, മൂന്നാമത്തെ മകളുടെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാനും പഠിക്കുവാനും വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യണം. അവരുടെ ഭർത്താവിന് അസുഖങ്ങളില്ലാതിരിക്കാനും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഓരോ നിയാത്തുകളെ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ ഖൈറുകളെയും അല്ലാഹു നൽകുമാറാകട്ടെ. ആ സഹോദരിയുടെ 3 പെൺമക്കളുമായി ബന്ധപ്പെട്ടവർ പ്രത്യേകം വസിയത്ത് ചെയ്ത ഓരോ ആവശ്യങ്ങളെയും റഹ്മാനായ റബ്ബിന്റെ മഹദും ഫദ്ലും കൊണ്ട് പരിപൂർണമായിട്ട് സഫലമാക്കി റാഹത്തായ ദീനിയായ ജീവിതം കൊടുക്കട്ടെ. അതുപോലെ ചാത്തന്നൂർ അസീം എന്ന സഹോദരന്റെ മകൾ മരിച്ചിട്ട് 40 ദിവസമാവുകയാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ. സ്വർഗ്ഗാവകാശങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആ മകളുടെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന മാതാപിതാക്കൾ, കുടുംബാദികൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ, ഖൈർ കൊടുക്കുമാറാകട്ടെ. അൽഹാജി മുഹമ്മദ് മുസ്തഫ മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടും കുടുംബൈശ്വര്യത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യവും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണോ ഈ നിയത്തിനോടൊപ്പം അല്ലാഹു ആ സഹോദരൻ നിയത്ത് ചെയ്തത് അതൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖൈറുകൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ചെങ്കോട്ട ഉമൈറ എന്ന സഹോദരി ശരീര സുഖത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. നിയത്തുകൾ അല്ലാഹു റാഹത്തായി പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സയ്യിദ് മീരാൻ ഫല ചെങ്കോട്ട ശരീര സുഖത്തിനും പഠനത്തിന്റെ പുരോഗതിക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. റജബ് നിസാർ ഷെയ്ഖ് അലി ചെങ്കോട്ട അസുഖം മാറിക്കിട്ടാനും ഖൈറായ ജീവിതത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു സഫലമാക്കട്ടെ. റഹ്മത്തുള്ളാഹി മുഹമ്മദ് അലി, മുഹമ്മദ് നാസർ, മുഹമ്മദ് മുസ്തഫ ബാദുഷാ ചെങ്കോട്ട അവരുടെ നിയത്തുകൾ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ശരീര സുഖത്തിനും ദീർഘായുസ്സിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ മറ്റ് സഹോദരങ്ങൾ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെ നിയത്തുകൾ അല്ലാഹു സഫലമാക്കട്ടെ. സീമ സിദ്ദീഖ് വാസാസ് ഓട്ടോ ആക്സസറീസ് ശരീര സുഖത്തിനും ബിസിനസിന്റെ ബർക്കത്തിനും പുരോഗതിക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ഡോക്ടർ മുനീർ കനറ മരണപ്പെട്ടു പോയ പിതാവിന് അല്ലാഹു മഗ്ഫിറത്തും, മരണപ്പെട്ട ഉപ്പാപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗം അല്ലാഹു നസീബാക്കുമാറാകട്ടെ. വീട് പണിയിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതെല്ലാം മാറി എത്രയും ഖൈറായ രൂപത്തിൽ ആ വീട്ടിൽ താമസം അല്ലാഹു കൊടുക്കട്ടെ. ആറ്റിങ്ങൽ നാസർ എന്ന സഹോദരൻ അവരുടെ ഖൈറായ ജോലി ലഭിക്കാനും നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനും നീതിയുടെ കാര്യം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും നിഅമത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. കുവൈറ്റിൽ നിന്നും കണ്ണൂർ സ്വദേശിയായ സഹോദരൻ സ്വാദിഖ് സാഹിബ് ഒരുപാട് കാലമായി നമുക്ക് മാസവലിയായി നല്ലൊരു സഹായം തരുന്ന സഹോദരനാണ്. ആ സഹോദരന്റെ നിയാത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ സഹോദരന്റെ ഉപജീവന ജോലി മാർഗങ്ങൾ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മകളുടെ വിഷയത്തിൽ ഉൾപ്പെടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ ഹലാലായ ആഗ്രഹം, അഭിലാഷം പരിപൂർണ അർത്ഥത്തിൽ റാഹത്തായ റഹ്മാനായ സഫലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഖൈർ കൊടുക്കുമാറാകട്ടെ.
മറ്റു ഉപജീവന വഴികളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ പാലാപ്പണം സഫീന ഷാജഹാൻ എന്ന സഹോദരി അവരുടെ നിയാത്തുകൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. ഇവിടെ മകൾ സാബിത്തിന്റെ MBBS പഠനം പൂർത്തിയാക്കാൻ ഇരിക്കുകയാണ്. നല്ല വിജയം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. മനസ്സാന്നിധ്യത്തോടുകൂടി പഠിക്കാനും ആപത്തുകളൊന്നുമില്ലാതെ റാഹത്തായ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തി ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന നൽകി സേവനം ചെയ്യാനും അല്ലാഹു റബ്ബുൽ ആലമീൻ സഹോദരൻ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിയ്യത്തുകളൊക്കെ അല്ലാഹു വിജയകരമായി പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരു മറ്റൊരു മകനായിട്ടുള്ള ഷിഫാഹത്തിന്റെ യാത്ര, വിദേശത്തേക്കുള്ള ഉപജീവനാർത്ഥമുള്ള യാത്ര, ഒരുപാട് ദൈർഘ്യതയുള്ള ഫ്ലൈറ്റ് യാത്രയാണ്. ആ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി ഉദ്ദേശിക്കുന്നത് പോലെ എത്തിച്ചേർന്ന് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമതകളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റാഹത്ത് കൊടുക്കുമാറാകട്ടെ. ലൈല ഹുസൈൻ ഒരു വർഷം ലൈല ഹുസൈൻ ഇവിടെ നിയത്തിനെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിയാത്തുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവരെ നിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുള്ള അവരുടെ മക്കൾ ജുസ്ന, ജോസിന, സഫീന ഓരോരുത്തരുടെയും നിയാത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ ജീവിതവും വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആ മാതാവ് വീട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ അവരുടെ മാതാവിന് അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരിൽ അവരെയും നമ്മയും എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിവിധ രൂപത്തിലൂടെ നമ്മെ ഈ സ്ഥാപനത്തിനെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും എല്ലാം നിയാത്തുകളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ റാഹത്താക്കി കൊടുക്കട്ടെ, ഖൈറാക്കട്ടെ. പരിപൂർണമായി സന്തോഷത്തിലായി അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ 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 ബറഹ്മതിക യാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تعذبنا رؤيته وأوردنا حوله الموعود واحشرنا غدا في زمرته تحت لوائه المعبود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الرحيم يا ദയാലുവായ റഹ്മാനേ, കാരുണ്യകടലായ രക്ഷിതാവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, പാപികളാണ്, ദോഷികളാണ് റബ്ബേ. ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയവരാണ് റഹ്മാനേ. അല്ലാഹുവേ, ആ പാപഭംഗിലമായ കരങ്ങളുമായിട്ടാണ് നിന്റെ കവാടത്തിങ്കലേക്ക് വന്ന് നിൽക്കുന്നത് റബ്ബേ. ഒരു യോഗ്യതയുമില്ലാത്തവരാണ് റഹ്മാനേ. അല്ലാഹുവേ, വേണ്ടതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റാഹത്തായ ഖൈറായത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, എന്തെല്ലാം ഏതെല്ലാം നിയ്യാത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരുടെ ഹലാലായ മുഴുവൻ ആവശ്യങ്ങളും അഭിലാഷങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു റഹ്മാനായ റബ്ബേ, എന്തെല്ലാം ഏതെല്ലാം പ്രതിസന്ധികൾ ഏതെല്ലാം രൂപങ്ങളിലൂടെ വന്നാലും അതിനെല്ലാം അതിജയിക്കാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്.
റബ്ബേ റഹ്മാനായ നാഥാ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റബ്ബേ ഇവിടെ രോഗങ്ങളുള്ള അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ബാധ്യതകളോ നീ മാറ്റി കൊടുക്കണേ അല്ലാഹു റഹ്മാനായ റബ്ബേ എല്ലാവിധ ഖൈറും ആഫിയത്തും സലാമത്തും സമ്പത്തും സൗഭാഗ്യങ്ങളും നീ നൽകണേ റഹ്മാൻ റഹീമുമായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലായി നിന്റെ മുമ്പിലേക്ക് നീക്കുന്ന ഈ കരങ്ങളെ നീ വൃഥാവിലാക്കല്ല പരിപൂർണമായി ഫലപ്രദമാക്കണേ റഹ്മാനായ റഹീമായ നാഥാ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ അറിവുകൾ ഞങ്ങൾക്ക് കടമപ്പെട്ടവരായിരുന്നു ഞങ്ങളുടെ ഉസ്താദുമാർ ഗുരുനാഥന്മാർ അവര് ഞങ്ങൾക്ക് ഖൈറിന്റെ അഹ്ലുകാരായി നിലകൊള്ളുന്ന ആരെല്ലാമല്ലോ റഹ്മാനായ റബ്ബേ റഹീമായ നാഥാ അല്ലാഹുവേ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ആലാത്തുകൾ നീ മാത്രമാണ് വ്യക്തമായി അറിയുന്നവൻ റബ്ബേ അവരുടെ ആലാത്തുകൾ അവസ്ഥകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവരുടെ പരലോകം നീ ധന്യമാക്കണേ അവരുടെ പരലോകം നീ ധന്യമാക്കണേ അല്ലാഹുവേ ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഈ മജ്‌ലിസിലേക്ക് ദിനേന ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അല്ലാഹുവേ നിയാത്തുകൾക്ക് നീ ായ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ اللهم ربنا لا تردنا إلينا خائبين بسبب ذنوبنا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم